പി എന്ന തുടക്കാക്ഷരമുള്ള ഒരു രാജ്യം. അവിടുത്തെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തിയ ഒരു രാക്ഷസ സമുദ്രം. പോകാം ആ സമുദ്രത്തിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക്. വർഷം 1985 ഫെബ്രുവരി 5. പോർച്ചുഗലിലെ മഡൈ ദ്വീപിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ഒരു കുഞ്ഞു ജനിച്ചു. കടുത്ത ദാരിദ്ര്യത്തിൽ കൂപ്പുകുത്തിയ കുടുംബം. വളർന്നു വരുന്ന കുഞ്ഞിനെ നോക്കി അയൽവാസികൾ പറഞ്ഞു അബലിഞ്ഞ, അതായത് ചെറിയ തേനീച്ച. കാരണം അവൻ ഒരേ പന്തിന് പിന്നാലെ ഓടി നടക്കുന്നത് പോലെയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോളിനോടുള്ള തീവ്രമായ ഇഷ്ടം അവൻ്റെ ജീവിതത്തിൽ കണ്ടു തുടങ്ങിയിരുന്നു. എന്നാൽ അവൻ്റെ ജീവിതം മാറിമറിഞ്ഞത് അവൻ്റെ 12-ാം വയസ്സിലായിരുന്നു. അവൻ്റെ കഴിവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അമ്മ അവനെ ലിസ്ബണിലേക്ക് വിട്ടു. ലിസ്ബണിലെത്തിയ അവൻ സ്പോർട്ടിംഗ് ലിസ്ബൺ ക്ലബിൻ്റെ അക്കാദമിയിൽ ചേർന്നു. അവിടെ ചേർന്ന അവൻ തൻ്റെ കഴിവിന് മൂർച്ച കൂട്ടി. 2003 മാഞ്ചസ്റ്റർ യുണൈറ്റുമായുള്ള ഒരു മത്സരം അത് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചു. അന്ന് യുണൈറ്റ്സിൻ്റെ കോച്ചായിരുന്ന സാക്ഷാൽ സർ അലക്സ് ഫെർഗൂസൺ അവൻ്റെ അസാമാന്യമായ ഡബിളിംഗ് കഴിവിൽ ആകൃഷ്ടനായി. വെറും 18 വയസ്സിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റ്സിൻ്റെ ഭാഗമായി. ഡേവിഡ് ബെക്കാമിന് ശേഷം ഇതിഹാസപരമായ നമ്പർ 7 ജേഴ്സി ഏറ്റുവാങ്ങിയ അവൻ അവിടെ തൻ്റെ ആദ്യത്തെ പ്രീമിയർ ലീഗ് കിരീടവും ചാമ്പ്യൻസ് ലീഗ് കിരീടവും നേടി. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ 3 സിംഹരാജാക്കൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബും വീഡിയോ ലൈക്കും ചെയ്യുക. അതിനുശേഷം 2008 അദ്ദേഹത്തിന് ആദ്യത്തെ ബാലൻഡിയർ പുരസ്കാരം ലഭിച്ചു. എന്നാൽ 2009 ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയ്ക്ക് അദ്ദേഹത്തെ റിയൽ മാഡ്രിഡ് സ്വന്തമാക്കി. റയലിലെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ സുവർണ അധ്യായമായിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ ഫുട്ബോൾ രാജാക്കന്മാരിൽ 2ാമത്തെ ആളായ മെസ്സിയുമായി ഒരു ശക്തമായ മത്സരമുണ്ടായി. റയൽ മാഡ്രിഡിൽ അദ്ദേഹം 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ സ്വന്തമാക്കി. അതിൽ തന്നെ തുടർച്ചയായി 3 നേടിയത് ചരിത്രമായി മാറി. റയൽ മാഡ്രിഡിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായി അദ്ദേഹം മാറി. ഈ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം 4 ബാലൻഡിയർ പുരസ്കാരങ്ങൾ കൂടി സ്വന്തമാക്കി. എന്നാൽ 2018 അദ്ദേഹം യുവൻസിലേക്ക് മാറി. അവിടെ ഇറ്റാലിയൻ ലീഗ് കിരീടം നേടി. 2021 മാഞ്ചസ്റ്റർ യുണൈറ്റ്സിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും ആ വരവ് പ്രതീക്ഷത്ര വിജയകരമായില്ല. ഒടുവിൽ 2023 സൗദി അറേബ്യൻ ക്ലബായ അൽ നസറിൽ ചേർന്ന് ഫുട്ബോൾ ലോകത്ത് പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചു. സുഹൃത്തെ, ഞാനീ പറയുന്നത് മറ്റാരെയും പറ്റിയല്ല. 5 ബാലൻഡിയർ പുരസ്കാരങ്ങൾ, 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീടം ഉള്ള ഫുട്ബോളിൻ്റെ ഒരേയൊരു രാജാവ് സാക്ഷാൽ CR7 അഥവാ ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേരിയോ. അന്ന് അവർ അവനെ ചെറിയ തേനീച്ച എന്ന് വിളിച്ച് കളിയാക്കി. എന്നാൽ ഇന്ന് ആ പയ്യൻ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ഫുട്ബോൾ താരമാണ്. CR7 എന്നാൽ ഫയർ അല്ലടാ, വൈൽഡ് ഫയറാടാ.